പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ വെള്ളൂർ കോർണർ ഇൻഡിപെൻഡന്റ് ബാപ്റ്റിസ്റ്റ് സഭയുടെ ചുമതലയിൽ ഈ വർഷത്തെ DBSന്റെ ആപ്തവാക്യമായി നമ്മൾ തിരഞ്ഞെടുത്തത് ലഹരിക്കെതിരെ അണിനിരക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ലഹരി എത്രമാത്രം ഭയാനകരമായി ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഈ നമ്മുടെ മുമ്പിലുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരിച്ച് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം കൊടുക്കുവാനാണ് ഇപ്രാവശ്യത്തെ DBS ഇങ്ങനെ ലഹരി വിരുദ്ധ ജാഥ ക്രമീകരിച്ചത്. ഈ ജാഥയിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട നെടുമങ്ങാട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ദേവകുമാർ സാറും സംഘത്തോട് എത്തിച്ചേർന്നിട്ടുണ്ട്. സാറ് നമ്മളോട് ചില വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. അതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. സ്നേഹം നിറഞ്ഞ പാസ്റ്റർ ജോയി അവർ, എൻ്റെ സംഘാടകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. സാധാരണ ഇത്തരത്തിലുള്ള പരിപാടിയിൽ നിന്നും എക്സൈസിൻ്റെ സാന്നിധ്യം കാണാറില്ല. നമ്മുടെ ലഹരിയിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റാലിയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കൊച്ചു കുട്ടികളും കൗമാര പ്രായക്കാരും അതോടൊപ്പം തന്നെ യുവതി യുവാക്കളുമെല്ലാം ഇന്ന് ലഹരിയുടെ പുറകിലാണ്. എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ അങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ലഹരി മാഫിയ ശക്തമായ രീതിയിലുള്ള മാർഗങ്ങളാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽ യുവതി യുവാക്കൾ വരെ അതിലേക്ക് വഴുതിരിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ ഇഷ്ടം പോലെ ജോയിന്റ് ആയിട്ടും അല്ലാതെയായിട്ടും എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റും അതേപോലെ തന്നെ പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടുമായിട്ട് ഒട്ടനവധി കേസുകൾ, ഏതാണ്ട് 20,000-ഓളം കേസുകൾ ഈ കഴിഞ്ഞ ഒരു മാസം രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. പോലീസും എക്സൈസുമായി ചേർന്ന് ഏതാണ്ട് 21 കോടി രൂപയുടെ മയക്കുമരുന്നാണ് നമ്മുടെ കൊച്ചു കേരള സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. 10,000-ഓളം പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും ഇതേപോലെ തന്നെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ഇതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് ലഹരി മാഫിയ പുതിയ പുതിയ തന്ത്രങ്ങളും പുതിയ പുതിയ പരിഷ്കാരങ്ങളും അവരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികൾ നമ്മൾ അതിലോട്ട് വഴി വീഴുകയാണ്. അതിൽ നിന്ന് നമ്മുടെ